ഒരു ഡോക്ടർ എന്നാൽ സ്നേഹവും മനസാക്ഷിയും നിറഞ്ഞു നിൽക്കുന്ന മനസ്സുകളായിരിക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അടുത്ത കാലത്തായി കണ്ണിൽ ചോരയില്ലാതെ യാതൊരു മനസാക്ഷിയുമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങളാണ് മലയാളിക്ക് മുന്നിലേക്ക് എത്തുന്നത്. നല്ലവരായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് അവസാനമായി എത്തിയിരിക്കുന്ന പേരാണ് ഡോക്ടർ സിറിയക് ജോർജ് എന്ന കോട്ടയം അതിരമ്പുഴക്കാരൻ്റേത്. കഴിഞ്ഞ ദിവസം പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്ന ജസ്ലിയ എന്ന 19 വയസ്സുകാരി ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങവേ അവളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനമൊന്ന് നിർത്തി നോക്കാനോ അവളെ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറാകാതെ കടന്നുകളയുകയായിരുന്നു ഡോക്ടറാണെന്ന് പറയുന്ന ഇയാൾ. പിന്നാലെ ഇയാളെ തേടി അതിരമ്പുഴയിലെ വലിയ വീട്ടിലേക്ക് പോലീസ് എത്തിയപ്പോൾ അച്ഛനും അമ്മയും അടക്കം വീട് പൂട്ടി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. അയാളുടെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയം അതിരമ്പുഴയിലെ സമ്പന്ന കുടുംബാംഗമാണ് ഡോക്ടർ സിറിയക് ജോർജ്. ഇവിടെ പണിതിരിക്കുന്ന പണ്ടാരക്കളം എന്ന ഈ അത്യാഡംബര വീട്ടിൽ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നത്. അച്ഛൻ ജോർജ് ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണെന്നാണ് വിവരം. അതിരമ്പുഴയിലെ സമ്പന്ന കുടുംബക്കാരാണ് ഇവർ. ഈ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെയാണ് സിറിയക് ജോർജ് എത്താറുള്ളത്. കൊച്ചിയിലെ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്ന സിറിയക് ജോർജ് കഴിഞ്ഞ ദിവസം കറുകുറ്റിയിലെ ഒരു കൺവെൻഷൻ സെന്ററിലെ പരിപാടി കഴിഞ്ഞു പോകും വഴിയാണ് അപകടം സംഭവിച്ചത്. ഒരു ഡോക്ടറായിട്ട് പോലും അതിൻ്റെ യാതൊരു മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാത്ത ഇയാൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ പാഞ്ഞു പോവുകയായിരുന്നു. ഇപ്പോൾ ഒളിവിലുമാണ്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജീവിക്കാൻ ജീവിതവും സ്വപ്നങ്ങളും ഒട്ടേറെ ബാക്കിയുണ്ടായിരുന്ന 19കാരി പെൺകുട്ടിക്കാണ് ഇയാളുടെ അശ്രദ്ധയിൽ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. പാഞ്ഞെത്തിയ സിറിയക്കിൻ്റെ കാർ അവളെ ഇടിച്ചു തെറിപ്പിച്ചപ്പോൾ 3-ാം നാൾ മരണത്തിലേക്ക് പോകേണ്ടി വന്നു ജസ്ലിയയ്ക്ക്. ഇന്നലെയായിരുന്നു ജസ്ലിയയുടെ സംസ്കാരം. വീട്ടുമുറ്റത്തെ മണ്ണിലേക്ക് ശവപേടകത്തിൽ അവളെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ മുഴുവൻ. പ്രത്യേകിച്ചും ജസ്ലിയയുടെ അനിയത്തിമാരാണ് ആ കാഴ്ച കണ്ട് വിങ്ങിപ്പൊട്ടിയത്. ശവപേടകത്തിൽ ഒരു മാലാഖ പെണ്ണിനെ പോലെ വെള്ളയുടുപ്പിട്ട് തലയിൽ വെള്ള ഷോളിട്ട് റോസാപ്പൂക്കൾ വെച്ച് അവൾ കിടക്കുന്ന കാഴ്ച കണ്ട് ആർക്കും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. പോകല്ലേ ചേച്ചി എന്ന് പറഞ്ഞാണ് ജസ്ലിയയുടെ അനിയത്തിക്കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞത്. അനിയത്തിമാരുടെ പ്രിയപ്പെട്ട ചേച്ചി തന്നെയായിരുന്നു ജസ്ലിയ. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നവും തച്ചുടച്ചാണ് ജസ്ലിയുടെ ജീവൻ കവർന്ന അപകടം ഉണ്ടായത്. എങ്കിലും ആ നോവിനിടയിലും 4 പേർക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയാണ് 19കാരിയായ ജസ്ലിയ ജോൺസൺ വിടവാങ്ങിയത്. പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയ ജസ്ലിയ പാർട്ട് ടൈമായി ജോലി നോക്കിയാണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. വീട്ടുകാരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അങ്കമാലിയിലെ പിസ വിൽപ്പനശാലയിലായിരുന്നു ജോലി. ജോലിക്ക് പോയിരുന്നതിനാൽ കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പഠനത്തോടൊപ്പം സ്പോർട്സിലും തിളങ്ങിയിരുന്ന ജസ്ലിയ യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി മെഡലുകളും നേടിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.